പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി ഇങ്ങനെ വികാരഭരിതരായിട്ട്, ഒത്തിരി ഇമോഷണലായിട്ട് കരഞ്ഞ് നെടുവീർപ്പെട്ടുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാലൊന്നും ഒരുപക്ഷെ നമുക്ക് അനുഗ്രഹം കിട്ടാനായിട്ട് പോകുന്നില്ല. അങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മുടെ തടസ്സങ്ങൾ മാറണമെന്നില്ല. അങ്ങനെ വിളിച്ചതുകൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടണമെന്നുമില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ യേശുവിനെക്കുറിച്ച് അറിഞ്ഞു, യേശുവിനെക്കുറിച്ചുള്ള നല്ല ചിന്തയിൽ, അറിവിൽ അങ്ങനെയാണ് യേശുവിനെ വിളിക്കുന്നതെങ്കിൽ അങ്ങനെ വിളിക്കുന്നതിലൂടെയും നമുക്ക് വലിയ അനുഗ്രഹമൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ഇനി നമ്മൾ വലിയ ശബ്ദത്തിൽ ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ചുകൊണ്ടും വലിയ കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു വിധത്തിലല്ല യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഈ വിധത്തിലല്ല. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ കർത്താവായിട്ട് പറഞ്ഞുകൊണ്ട് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് അനുഗ്രഹങ്ങളും വിടുതലും സൗഖ്യങ്ങളും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വിളി യഥാർത്ഥമാകുന്നത്, അല്ലെങ്കിൽ ആ വിളി കൊണ്ട് ഒരു അനുഗ്രഹം കിട്ടുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 12:3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാ മുഖേനല്ലാതെ ആർക്കും സാധിക്കില്ല എന്നാണ് വചനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല, യേശുവിനെക്കുറിച്ച് അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല, കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ഇവയൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലല്ലാതെ ആണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ആ വിളി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം വന്നെത്തില്ല. ആ വിളി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറില്ല. ആ വിളി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഉപകാരം ഉണ്ടാകില്ല. വെറുതെ ഇങ്ങനെ കർത്താവിനെ ഒത്തിരി കാലം വിളിച്ചുകൊണ്ടിരിക്കാന്നല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലല്ലാതെ വിളിച്ചാൽ നമുക്കതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല. കാരണം ആ പ്രാർത്ഥന മുടങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു പ്രാർത്ഥനകൾ കൊണ്ടും ഒരു അനുഗ്രഹം കിട്ടില്ല, അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ഒരു പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരം നിലനിൽക്കാനായിട്ട് നമ്മൾ പ്രത്യേകം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഒരു ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.